അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ നീ നമ്മളൊരു അടിപൊളി കോഴിക്കറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ കോഴിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ടോ, നല്ലോണം കഴുകണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യുകൊണ്ട്, സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അങ്ങനെ ഞാൻ കോഴിയൊക്കെ കഴുകി ഒരു ഇറച്ചിക്കൊട്ടയിൽ കൂറ്റി വെച്ചതാണ്ട് പിന്നെ കായം കൂട്ടി പൊരിച്ചത് നല്ലോണം കായം കൂട്ടി വെച്ചത്, പൊരിക്കാതെ നല്ലോണം കായം കൂട്ടി വെച്ചിട്ടോ. 3/4 ഭാഗം പൊരിക്കുന്നതാണ്. കറി വെച്ചാൽ അവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പൊരിച്ചങ്ങാണ്ട് വലിയ കഷ്ണം വലിയ പീസാക്കിങ്ങാണ്ടാണ് കേട്ടോ വെട്ടിയത്. ഇതിൻ്റെ മോന് കൊടുത്തതിന് ഒരു വലിയ പീസാക്കിങ്ങാണ്ട് പൊരിക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ കായം കൂട്ടുകയാണ്. ഞാനൊക്കെ കായം കൂട്ടി പിന്നെ ഞാൻ എന്തിട്ട് അറിയാം, കായം കൂട്ടി ചെമ്പട്ടിന്ന് അതിങ്ങോട്ട് മാറ്റിങ്ങാണ്ട് പൊരിക്കാതെ മാറ്റിങ്ങാണ്ട് ഞാൻ വേറെ കറി വെക്കാല്ലേ ഉണ്ടല്ലോ, അത് ആ ചെമ്പട്ടിക്ക് തന്നെ ലേശം ഉപ്പും മഞ്ഞളും ഇട്ടുങ്ങാണ്ട് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഓന് ഉച്ചക്ക് പിന്നെ അപ്പം തന്നെ അപ്പോൾ കായം കൂട്ടി അപ്പം തന്നെ ഗ്യാസും വെച്ചാണ്ട് 2 കഷ്ണം അവന് പൊരിക്കുകയാണ്. പിന്നെ ഞാൻ എന്നിട്ടേക്ക് ഞാൻ പറഞ്ഞില്ലേ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടുങ്ങാണ്ട് ആ കായത്തേക്ക് തന്നെ ഒന്നിങ്ങോട്ട് ഇതാക്കി വെച്ചത് കറി വെക്കാമല്ലോ കേട്ടോ. തന്നെ ഉള്ളൂ കറി വെക്കാൻ, അത് മതി. പിന്നെ ഒരു നെയ്ച്ചോറും ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണ്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൊണ്ട്, അടിപൊളി റെസിപ്പി ഇട്ടിക്കണം. പിന്നെ കണ്ട നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിനി ഇതേമാതിരി പുറത്ത് ഒരു 2 ആഴ്ചയോളം കേടുകൂടാതെ നിൽക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പിന്നെ ഞാൻ കുറേ അത് കായം കൂട്ടി പിന്നെ ഞാൻ എന്തിട്ടറിയോ, അത് ഉച്ചക്കൊക്കെ മാത്രം ഇപ്പോൾ പൊരിക്കണം കേട്ടോ. ഇതാ വെള്ളിയാഴ്ച എടുത്തതാണ് കേട്ടോ. ശനിയാഴ്ച പിന്നെ ഞാൻ ഇന്ന് ശനിയാഴ്ച, ഇന്നാണ് പിന്നെ ഇതിടുന്നത് കേട്ടോ. ഇന്നലെ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു, എന്തൊക്കെയോ ചില കാരണങ്ങളുകൊണ്ട് ഇന്നലെ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇത് ഉച്ചക്കൊക്കെ മാത്രമല്ല, വെള്ളിയാഴ്ച ചുമ്മാരിഞ്ഞ് വരുമ്പോഴത്തിന് പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തിന് പൊരിച്ചൊക്കെയാണ് കേട്ടോ. പിന്നെ മുരിങ്ങ താളിപ്പും അച്ചാറും അതൊക്കെ തന്നെ ഉള്ളൂ ഇനി കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ഉച്ചക്കൊക്കെ കറികൾ. പിന്നെ വൈകുന്നേരത്തിന് നെയ്ച്ചോറും ഇതേമാതിരി ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെയാണ് കേട്ടോ. നല്ലോണം ഇരുമ്പ് ചട്ടിയിൽ തീയൊക്കെ മൂട്ടിയാണ്ട് അടുപ്പത്ത് വെച്ച് കണ്ടാണ് ഇത് പൊരിച്ചത് കേട്ടോ. ഇത് വൈകുന്നേരത്തതാണ്. മറ്റത് ഞാൻ ഉച്ചക്കൊക്കെ അവിടെ പൊരിച്ച് മാറ്റി വെച്ച്. പിന്നെ വൈകുന്നേരമാണ് പിന്നെ തീ കൂട്ടിങ്ങാണ്ട് ഈ പൊരിക്കണത് കേട്ടോ. പിന്നെ ഞാൻ കണ്ടോ ചിക്കൻ നല്ലോണം പൊരിച്ചെടുത്ത് കണ്ട് ഇവിടെ നല്ലോണം വേവണം കേട്ടോ. അതാണ് ഒരു കുറഞ്ഞൊരു കറുത്ത കളറ്. പിന്നെ ഞാൻ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടില്ല, എന്നും ഫുഡ് കളറേ ശരിയാവില്ല. അപ്പം അടിപൊളിയാണ് കേട്ടോ ഈ ചിക്കൻ പൊരിച്ചത്. പക്ഷേ ഇത് ഞാൻ കായം കൂട്ടിയത് മസാല കൂട്ടിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതും അവൻ്റെ തന്നെയാണ്, ഓൻ തന്നെ കൂട്ടിയതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അവന് ഒരു ഉള്ളി പീസ്, ഒരു തക്കാളി പീസ്, അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടുകൊണ്ടാണ് അവൻ കായം കൂട്ടിയത്. അങ്ങനെ ചിക്കൻ പൊരിച്ചിട്ട് വേണം അടുപ്പത്ത് നമുക്ക് കോഴി വെക്കാൻ. ഇത് പിന്നെ ഞാൻ കറിക്കുള്ളത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഉള്ളി, വലിയുള്ളി, തക്കാളി ഒക്കെ അരിഞ്ഞ് കണ്ടെടുക്കണം കേട്ടോ. കണ്ടോ വലിയുള്ളി നൈസാക്കി കണ്ട് അരിഞ്ഞെടുക്കുക, നൈസാകണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്നിട്ട് ആ കോഴി പൊരിച്ചില്ലേ ആ ചട്ടിക്ക് തന്നെ ഇട്ടുകൊണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും വഴറ്റാനായിട്ട് ആ വെലിയിൽ തന്നെ ഇട്ട് വഴറ്റിയാണ്. അടുപ്പത്ത് നമ്മൾ വാങ്ങി വെച്ചിട്ടും കൂടിയില്ലല്ലോ, പഴയ എണ്ണ അങ്ങനെ ഉപയോഗിക്കലില്ല. പക്ഷേ ഇത് അപ്പളേ തന്നെയല്ലേ, അപ്പോൾ ഈ തന്നെ ഇട്ട് കണ്ട് കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉള്ളി ആദ്യം വഴറ്റിയെടുക്കുകയാണ്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടേ എളുപ്പം ചൂടറ്റിങ്ങാണ്ട് എളുപ്പം വാടും. ഞാനങ്ങനെ ഉപ്പ് അങ്ങനെ ഒപ്പിടലില്ല കേട്ടോ. സവാളൻ്റെ ഒപ്പിട്ട് കണ്ട് വഴറ്റലില്ല. എനിക്ക് എന്തോ അറിയില്ല, അതൊരു ഇഷ്ടമല്ല. എല്ലാവരും പറയും പെട്ടെന്ന് വേവുന്നൊക്കെ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി എന്താണ് അറിയില്ല, ഞാൻ ഉപ്പ് ഒപ്പിടലില്ല. അങ്ങനെ പിന്നെ അതിട്ടു. പിന്നെ എന്തിട്ട് ഇങ്ങനെ മെല്ലൊന്ന് വയന്ന് വന്നപ്പോൾ ഞാൻ ശേഷം മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്, കാശ്മീരി അല്ലത്. അപ്പം വേണമെങ്കിൽ ശേഷം കാശ്മീരി ഇടട്ടോ, ഒരു കളറിന് വേണ്ടി കണ്ട് ഞാൻ കാശ്മീരി ഇടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തില്ല അപ്പോൾ ഞാൻ ഇടുന്നില്ല, അല്ലെങ്കിൽ ഒരു കളറിന് വേണ്ടി ഇടാം. പിന്നെ ഉപ്പിട്ടു, ഉപ്പ് ഈ ടൈമിൽ തന്നെയാണ് ഇട്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടു. ഇട്ടുകാണ്ട് ഒന്ന് വഴറ്റുകയാണ്. ഭയങ്കര തീയാണ് അടുപ്പിൽ. അപ്പം
അധികം തീയെത്തിയാൽ നിറം മാറിപ്പോകും. ഇതാണ് നമ്മളെ പേസ്റ്റ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കൽ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രിഡ്ജ് കേടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചതച്ച് വെക്കലാണ്. വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ ഇത് വേണമെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ ടിപ്പ് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടിയല്ലേ. കേട് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുറത്ത് ഒരു 2ആഴ്ചൻ്റെ മുകളിൽ നിൽക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ വെച്ചാൽ. പിന്നെ ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ട് ആ പൊടികളൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിക്ക് 2 തക്കാളി, മീഡിയം തക്കാളി കേട്ടോ. അധികം കോയിലല്ലേ നമ്മൾ ആ കായം കൂട്ടിയതല്ലേ ഉള്ളൂ. അപ്പം അതിക്ക് ഇതിടുകയാണ്. ഈ തക്കാളി ഇട്ടുകൊണ്ട് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ലേശം കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറവാണെന്ന് തോന്നിയപ്പം അത് ലേശം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് വഴറ്റി കേട്ടോ. ഇങ്ങനെ പൊടികൾ ഇട്ടാൽ അതിൻ്റെ ഒപ്പം തന്നെ ഈ തക്കാളി ലാസ്റ്റാണ് ഇടുന്നത് വെച്ചാൽ ഉടഞ്ഞും വരും. പിന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ. അല്ല ഉള്ളി വഴന്നാണ്ട് അപ്പം തന്നെ തക്കാളി ഇട്ടാൽ അത് വേറൊരു ടേസ്റ്റുമാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കൽ. ചെറിയ ചെറിയ ടിപ്സുകളാണ് എങ്കിലും അതൊരു വലിയ ഒരു ഇതാണ് ഈ കാര്യം. അങ്ങനെ കണ്ടോ ഒക്കെ നല്ലോണം വഴന്ന് വന്നു കണ്ടോ. പിന്നെ ഞാൻ ആ കോഴി പൊരിച്ചത് കറിക്കുള്ളത് ഞാൻ ഒരു ഉരുള്ളിക്ക് ഇനിട്ടോ ഉരുളി ചട്ടിക്ക് ഇനി മണ്ണിൻ്റെ കോരിട്ടീനത്. പിന്നെ ഞാൻ ഈ ഉള്ളിയും തക്കാളി ഇരുമ്പ് ചട്ടിയിൽ നിന്ന് മാറ്റിങ്ങാണ്ട് ഈ ഉരുള്ളിക്ക് ആക്കിട്ടോ. അതിൽ കറി കൊള്ളൂല. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് മാറ്റി. അങ്ങനെ പിന്നെ ആ ചട്ടീൻ ചുറ്റിങ്ങാണ്ട് ലേശം വെള്ളമൊക്കെ പാർന്നു കൊടുത്തു. പിന്നെ കറിക്ക് ആവശ്യത്തിന് വെള്ളം പാരട്ടോ. ഞാൻ പറയലുണ്ട് എല്ലാത്തിലും ഞങ്ങൾക്ക് കുറച്ച് അധികം കറി വേണം അവിടെ. അപ്പം അത് ഇതാക്കി മൂടി വെച്ചു. ആവശ്യത്തിനുള്ള വെള്ളം പറന്നുകൊണ്ട് പിന്നെ മൂടി വെച്ചു. ഇനി അവിടെ കടന്നുകൊണ്ട് തിളച്ച് വേവട്ടെ. പിന്നെ ഞാൻ ഒരു വട്ടപാത്രത്തിലാക്കിയിട്ട് പൊരിച്ച കോഴിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു തേങ്ങ ഉടച്ചുകൊണ്ട് പൊളിച്ചിടുന്നതുകൊണ്ട് അത് ഉടച്ചുകൊണ്ട് അതിൻ്റെ ഒരു മുറിയിട്ടോ ഒരു ഇതിൻ്റെ തേങ്ങാപ്പാലിന് നമ്മൾ കറിക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കണ്ട് പിഴിയുന്നുണ്ട്. അധികമൊന്നും വേണ്ട, ഒരു തേങ്ങേൻ്റെ പകുതി കണ്ടോ. നല്ലോണം മിക്സിയിലിൻ്റെ ജാറിലിട്ടുകൊണ്ട് ചെറിയ ജാറിലിട്ടുണ്ട് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് ഈ തേങ്ങാപ്പാൽ പീണമുണ്ടാണത്. അതായത് അതിൽ പാർന്ന് 1-ാം പാൽ വേറെ 2-ാം പാൽ വേറെ ആക്കി വെച്ചു. പിന്നെ 2-ാം പാൽ പാർന്നുകൊണ്ട് ഒന്നും കൂടി വേവാൻ വേണ്ടിങ്ങാണ്ട് വെച്ചിട്ടോ. ഇതാണ് ഒരു തേങ്ങമുറിൻ്റെ പകുതി. ഒരു തേങ്ങമുറിൻ്റെ പാലിനെ ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ എന്താ അറിയോ, ഇത് ഗരം മസാല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കരിയേപ്പ് ഇട്ട് കൊടുക്കാം. അതിന്ന് ലേശം പാൽ ഞാനിവിടെ മാറ്റി വെച്ചു. 1-ാം പാലിന് മാറ്റി വെച്ച് കാണുന്നില്ല എന്ന് തോന്നുന്നു കണ്ടോ. 1-ാം പാൽ പാർന്നു കൊടുക്കണം കണ്ടോ. അത്രേ പാർന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാനവിടെ പാർന്നു വെച്ചു. എനിക്കൊരു തേങ്ങാപ്പാൽ പാർന്നങ്ങാണ്ട് ചായ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വിചാരിച്ചങ്ങാണ്ട് അതവിടെ മാറ്റി വെച്ചു. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ തേങ്ങാപ്പാൽ കൊണ്ട് ചായ ഉണ്ടാക്കുന്ന പിരാന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ടേസ്റ്റാണ് എനിക്കത്. അങ്ങനെ കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് അടുപ്പത്ത്. പിന്നെ ഞാനൊരു കുടുക്കിയിൽ ലേശം വെള്ളം വെച്ചു. അപ്പം നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും മറക്കല്ലേ.